പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് +1 സീറ്റ് ലഭിക്കാത്തതിലുള്ള മനോവിഷമത്തിലെന്ന് ബന്ധുക്കൾ. മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള ഹാദി റുഷ്ദയാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ആത്മഹത്യ ചെയ്തത്. കിടപ്പുമുറിയിലെ ജനാലയിൽ തൂങ്ങിയ നിലയിലായിരുന്നു. +1 പ്രവേശനത്തിനായുള്ള 2ാം അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്തതിലും സഹപാഠികളിൽ പലർക്കും പ്രവേശനം ലഭിച്ചതിലും വിദ്യാർത്ഥിനി കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി നഹ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 5A+ഓടെയാണ് 10ാം ക്ലാസ് വിജയിച്ചത്. സമീപത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റിനായി ബന്ധുക്കൾ ശ്രമം നടത്തിയതായും വിവരമുണ്ട്. അതേസമയം ആത്മഹത്യയുടെ കാരണം +1 സീറ്റ് ലഭിക്കാത്തതാണെന്ന് പൂർണ്ണമായി പറയാനാവില്ലെന്നും ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വിദ്യാർത്ഥിനി 1 വർഷമായി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നുവെന്നും പരപ്പനങ്ങാടി SHO ഹരീഷ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു. സഹോദരങ്ങൾ യുംന, നുഹ, ബുസ്താന. അതേസമയം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിന് കാരണക്കാർ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരുമാണെന്ന് ആരോപിച്ച് KSU MSF പ്രവർത്തകർ ഇന്നലെ പരപ്പനങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. മലബാർ വിദ്യാഭ്യാസ വിവേചനത്തിന്റെ രക്തസാക്ഷിയാണ് ഹാദി റുഷ്ദയെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രിൻ പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് വ്യവസ്ഥാപിത കൊലപാതകമാണിത്. നാളിതുവരെയുള്ള മലബാർ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾക്ക് വർഗീയ ചാപ്പ നൽകിയവരും അതിനെ പൈശാചികവൽക്കരിച്ചവരും ഹാദി റുഷ്ദയുടെ വ്യവസ്ഥാപിത കൊലപാതകത്തിന്റെ കൂട്ടുപ്രതികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മലബാറിൽ ആയിരക്കണക്കിന് സീറ്റുകൾ ബാക്കിയാണെന്ന നുണപ്രചാരണം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ നടത്തിയ അതേ ദിവസമാണ് മലപ്പുറത്ത് 2ാം ഘട്ട അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുണ്ടാകുന്നത് എന്നത് ഗൗരവകരമാണ്. സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല ആത്മഹത്യ എന്ന സർക്കാർ സംവിധാനങ്ങളും പാർട്ടി സംവിധാനവും ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണം വിജയിക്കില്ല. ഹാദി റുഷ്ദ വിഷയത്തിൽ നീതി ലഭ്യമാകും വരെ ശക്തമായ പ്രതിഷേധങ്ങൾ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ജില്ലകളിൽ ഇന്നും നാളെയുമായി ദേശീയപാത ഉപരോധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും KM ഷെഫ്രിൻ പറഞ്ഞു. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.